ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വചന പഠനം നമുക്കൊരുപോലെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തെസ്സലോനിക്ക ലേഖനമാണ് നാം പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 അധ്യായങ്ങൾ നാം പഠിച്ച് തീർത്തു. ഇന്ന് അവസാന 2 അധ്യായങ്ങൾ സമയത്തിൽ തന്നെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരാൾക്ക് 4-ാം അധ്യായം ഒന്ന് വായിക്കാമോ? ഒരാൾക്ക് 4-ന്റെ 1 മുതൽ 12 വരെയും മറ്റൊരാൾക്ക് 13 മുതൽ 18 വരെയും വായിക്കാം. വായിക്കാം. അടുത്ത ആൾക്ക് മറ്റൊരാൾക്ക് 5-ാം അധ്യായം 1 മുതൽ 11 വരെ വായിക്കാം. തുടർന്ന് 12 മുതൽ 28 വരെയും. Someone else.
താങ്ക് യു. സാധാരണ നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ തലേ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യുകയും ഓർക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇന്ന് നമുക്ക് അതിനൊട്ടും സമയമില്ല. 2 അധ്യായമാണ് തീർക്കേണ്ടത്. എല്ലാവരും വരാൻ വേണ്ടിയാണ് ഞാൻ വാക്യം വായിച്ച് മുമ്പോട്ട് പോയത്. എല്ലാവരും ഉണ്ടെങ്കിൽ എന്ന് ആശിക്കുകയായിരുന്നു. ഇന്നും ഈ 2 അധ്യായം തീർക്കേണ്ടത് കൊണ്ട് ഏറ്റവും സുപ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഭാഗങ്ങളാണ് ഞാൻ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡികളിലും നമ്മുടെ പ്രസംഗ ശുശ്രൂഷകളിലൊക്കെ ടച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊന്നും ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് വിടത്തേ ഉള്ളൂ. കൂടുതൽ അധികം ആരും എക്സ്പോസ് ചെയ്യാത്ത, ചിന്തിക്കാത്ത ഭാഗങ്ങളിലേക്ക് കൂടുതൽ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ 4-ാം അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ട് 3 തീംസ് ആണ്, ജനറൽ തീംസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു, സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ നിങ്ങൾ എങ്ങനെ നടക്കണം. അപ്പോൾ ആ ആദ്യത്തെ 1 മുതൽ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ ചുരുക്കം വേദപ്രസാദം, ദൈവത്തെ എങ്ങനെ നമുക്ക് പ്രസാദിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെയായി തീരണം എന്നതിൻ്റെ ഒരു എക്സ്പോസിഷനാണ് ഫസ്റ്റ് 8 വേഴ്സസിൽ നമുക്ക് കാണുന്നത്. തുടർന്ന് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ആശയം സഹോദരപ്രീതി എന്ന വിഷയമാണ്, ബ്രദർലി ലവ്. അതിൻ്റെ എക്സ്പോസിഷനാണ് 12 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, ഗ്ലോറിയസ് ഹോപ്പ്, അതിൻ്റെ എക്സ്പോസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ആശയങ്ങളാണ് പ്രധാനമായിട്ടും ജനറലി അത് അധ്യായത്തിൽ 4ാമത്തെ അധ്യായത്തിൽ കൈകാര്യം ചെയ്ത്. ഒന്ന് എന്തായിരുന്നു? ഒന്ന് നമ്മുടെ ഹോളിനെസ്, വിശുദ്ധി എപ്പോഴും നമ്മുടെ നടപ്പുമായിട്ട്, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2 സഹോദരപ്രീതി, ബ്രദർലി ലവ്. 3 കർത്താവിൻ്റെ പ്രത്യക്ഷത, മേഘപ്രത്യക്ഷത. പിന്നെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹോപ്പ്. 1-ാം വാക്യത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഇറങ്ങി വരാം. 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മതി. ഈ 1-ാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പാരഗ്രാഫിലെ ആശയം എന്തായിരുന്നു? ദൈവപ്രസാദം. അപ്പോൾ അവിടെ ഒരു 4 തീം ആ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. ഒന്ന്, ദൈവപ്രസാദം. ദൈവപ്രസാദത്തിന് ഇംഗ്ലീഷ് എന്താ കൊടുത്തിരിക്കുന്നത്? പ്ലീസിങ് ഗോഡ്. ഓക്കെ. അടുത്തൊരു തീം തുടർന്ന് കാണാൻ സാധിക്കുന്നു, നിങ്ങൾ എങ്ങനെ നടക്കണം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? How to walk. Any other version? Correct. അപ്പോൾ അത് ഇന്റർചേഞ്ചബിളി, ഈ വാക്കും ലൈഫും ലിവ്, ഇത് ഇന്റർചേഞ്ചബിളി പല ഭാഗത്തും ഉപയോഗിക്കുന്നു. എങ്ങനെ നടക്കുക എന്ന് മലയാളത്തിൽ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിലെ വേർഷൻ NIV കാണുന്നു ഹൗ ടു ലീവ്. സോ ജീവിതം, നടപ്പ്, ദിസ് ഈസ് ഇന്റർചേഞ്ചബിളി വി ക്യാൻ യൂസ്. സോ ഒന്നാമതായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന തീം വരുന്നു. 2, എങ്ങനെ നടക്കുക, എങ്ങനെ ജീവിക്കുക എന്ന തീം അവിടെ കാണുന്നു. അടുത്തത് ഇപ്പൊ ഞങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു, ഞങ്ങൾ കർത്താവ് യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന്. അതിന്റെ ഇംഗ്ലീഷ് കൂടെ ഒന്ന് വായിക്കാമോ? ആൻഡ് 1-ാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ കാണുന്നു, ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. അപ്പൊ ഞാൻ അതിനെ ഐ ജസ്റ്റ് വെന്റ് ഡീപ്പ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ വേഴ്സ് ആൻഡ് ഫൗണ്ട് 4
themes there, four categories there. Number one, ഒന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുക. രണ്ട്, നമ്മുടെ ജീവിതം നടപ്പ് എങ്ങനെയാകുക. മൂന്ന്, ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചതുപോലെ. അതിന്റെ ഇംഗ്ലീഷ് എന്തുവാ? ജസ്റ്റ് ആസ് യു റിസീവ്ഡ് ഫ്രം us. നാല്, വർദ്ധിച്ചു വരിക, മീനിങ് ഇൻക്രീസ്. നിങ്ങൾ ആ 4 കാറ്റഗറിയോട് ശ്രദ്ധിച്ചോ? Maran, did you notice that 4 categories there? Number one, Deva Prasadam. See, if we go further into it, we can have more, categories. However, basically 4 categories. ഒന്ന്, ദൈവത്തിന്റെ പ്രസാദം. അതെല്ലാവരും ശ്രദ്ധിച്ചല്ലോ. നമ്പർ 2, നമ്മുടെ നടപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം. നമ്പർ 3, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചത്. നമ്പർ 4, വർദ്ധിച്ചു വരിക. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. സി, ഇങ്ങനെ നമ്മൾ അത്ര ഡീപ്പായിട്ടും കാറ്റഗറൈസ് ചെയ്ത് സാധാരണ ചിന്തിക്കാറില്ല. പക്ഷെ അതിൻ്റെ അകത്ത് കുറെ സാധാരണ ചിന്തിക്കാത്ത പല ആശയങ്ങൾ അതിൻ്റെ അത് വന്നു. അതുകൊണ്ടാണ് അതിലേക്ക് ഇറങ്ങുന്നത്. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ പ്രസാദം. ദൈവ മക്കൾ എന്ന നിലയിൽ നമ്മുടെ എയിം എങ്ങനെയാണ്? എന്തായിരിക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കണം, അല്ലേ? നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ, നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയും എന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ ഗോളാണ്. യേശു കർത്താവിൻ്റെയും ജീവിതത്തിൽ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ അത് തന്നെയല്ലേ സ്വർഗത്തിൽ കേട്ട ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുക. അപ്പോൾ ഒരു വലിയ കാറ്റഗറി, വലിയ തീം യേശുവിൻ്റെ ലൈഫിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. വി ക്യാൻ ഓൾസോ ട്രാൻസ്ലേറ്റ് ദാറ്റ് ഇൻ ടു അവർ ലൈഫ്. ലോർഡ്, ഇൻ എവറി വാക്ക് ഓഫ് മൈ ലൈഫ്, ഇൻ എവറി സ്റ്റെപ്പ് ഓഫ് മൈ ലൈഫ്, ഇൻ എവറി ഇന്റൻഷൻ ഓഫ് മൈ ലൈഫ്, ഹെൽപ്പ് മീ ടു പ്ലീസ് യു. സോ ദാറ്റ് ക്യാൻ ബി എ വണ്ടർഫുൾ പ്രയർ ഇൻ അവർ ലൈഫ്. എ പ്ലീസിങ് ലൈഫ്, ആൻ അക്സെപ്റ്റബിൾ ലൈഫ്. രണ്ട്, അതെങ്ങനെയാണ് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്? നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം. ഓക്കെ, അപ്പോൾ പൗലോസിന്റെ തന്നെ ജീവിതം എടുത്തിട്ടുണ്ടെങ്കിൽ പൗലോസ് എപ്പോഴും പറയുന്നത്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിട്ടാണ് പൗലോസിന്റെ ജീവിതം ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ തന്റെ ജീവിതം അതും പ്രകാരം, ദൈവവചനപ്രകാരം ക്രമപ്പെടുത്തി, ചിട്ടപ്പെടുത്തി, മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നടപ്പ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ ഫാമിലി ലൈഫിൽ, നമ്മുടെ കളക്റ്റീവ് കോർപ്പറേറ്റ് ലൈഫിൽ ഒക്കെ നമ്മുടെ ജീവിതത്തെ, ചുവടുകളെ ഒക്കെ ക്രമപ്പെടുത്തി ദൈവത്തെ പ്രസാദകരമായി ജീവിക്കുക എന്ന ലക്ഷ്യം നമുക്ക് ഉണ്ടാകട്ടെ. അടുത്ത പദം എന്താണ്? അടുത്ത പദം ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. മീനിങ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്, Paul the apostle, he set an example. Paul as a leader, Paul as a pastor, Paul as an apostle, Paul as a Christian leader, he set an example for the people to follow. Paulos, he was not simply saying some philosophies, he was not simply saying something, but he was showing from his own life. തൻ്റെ ജീവിതത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് വരച്ച് കാണിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് ധൈര്യമായിട്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവിൻ. ദിസ് ഈസ് എ ബിഗ് തീം ഹിയർ. ഞങ്ങളിൽ നിന്ന് കേട്ടതുപോലെ, ഞങ്ങളിൽ നിന്ന് പഠിച്ചതുപോലെ, ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. ഇവിടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത് ഇതിനകത്തുനിന്ന്? ദിസ് കോൾസ് ഫോർ എ ലീഡർഷിപ്പ്, അല്ലേ? an exemplary leadership. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്നത്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്നോടൊപ്പം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഫോളോ ചെയ്യാൻ. വെരി സോറി ടു സേ, ഇൻ ഫാക്ട് ദിസ് ഗോസ് ടു പ്ലേസസ്, വെരി സോറി ടു സേ, നമുക്ക് ഫോളോ ചെയ്യുവാൻ, നമുക്ക് ഫുള്ളി മോഡൽ ചെയ്യാൻ പറ്റിയ ലീഡേഴ്സ് And when I talk to you this
pointed to my life as well. But this is something very, very huge in our Christian circle. നമുക്ക് മോഡൽ ചെയ്യുവാൻ, നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുവാൻ, നമുക്ക് ഫോളോ ചെയ്യുവാൻ പറ്റിയ ലീഡർഷിപ്പ് ക്രൈസ്തവ ഗോളത്തിലെ ഏറ്റവും വലിയ പരാജയം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. This is research result also. നമുക്ക് I mean this is crumbling down. This is falling down. Christian leadership by and large is falling down. അതുകൊണ്ട് തന്നെ നമുക്ക് we have officers there. We have people in position. No doubt about it, right? അല്ലേ? നമുക്ക് ചുമതലക്കാരുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. But honestly, you take your pen and write down some people we can really follow and imitate. That's where this passage really strike each one of us. And the leadership is not about somebody who stands in the pulpit. Some way or other way we all have leadership. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലീഡർഷിപ്പ് ചുമതലകളൊക്കെ നമുക്കുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചറാകട്ടെ, ഒരു PYPയുടെ ചുമതലയുള്ള ഒരാളാകട്ടെ, ഒരു പ്രയർ ലീഡർ ആകട്ടെ, ഇൻ എനിവെയർ ഇൻ any domain we are being assigned and different responsibilities, and we should pray, Lord, through my life, not my words, let me translate what the entire message of Christ. ഈ ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ വായിക്കുകയും ഒക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകമാണ് ജോൺ മാക്സ്വെൽ എന്ന ഒരു അമേരിക്കൻ പാസ്റ്ററുണ്ട്. അമേരിക്കയിലുള്ള ഫ്ലോറിഡയിലെ ഒരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററാണ് ജോൺ മാക്സ്വെൽ. അദ്ദേഹം ധാരാളമായി അതിനെക്കുറിച്ച് എഴുതുകയും പഠിക്കുകയും ലോകമെമ്പാടും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുണ്ട്: എ ലീഡർ ഈസ് വൺ ഹു നോ ദ വേ, goes the way and shows the way. May I repeat it again? A leader is one who knows the way, goes the way and shows the way. Some of our leaders, they may know the way, but they don't go all the way there, and in turn they fail to lead us where we ought to go. അപ്പോൾ ജോൺ മാക്സ്വെല്ലിന്റെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കുണ്ട്, ഐ തിങ്ക് ലീഡിങ് ബൈ എക്സാമ്പിൾ ഇസ് എ ബിഗ് ബുക്ക്. ആൻഡ് അദ്ദേഹം അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, great leadership is by example. It's not by talking and saying something. Is all about living an exemplary life. And if anyone is more interested in learning more about Christian leadership, you can also refer Rick Warren's Purpose-Driven Life. So anybody has ever read that book? I think you have read that book, Purpose-Driven Life and Purpose-Driven Church, isn't it? So that's very good book. നമുക്ക് ലീഡർഷിപ്പിലേക്ക് വളരാനൊക്കെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് ബുക്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. റിക് വാറന്റെ Purpose-Driven Life. So the matter of the fact, നമ്മൾ പറഞ്ഞു വരുന്നത് 4 കാര്യം നാം ആ വാക്യത്തിൽ നാം പരിശോധിച്ചു. 1, എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക. 2, നമ്മുടെ അതെങ്ങനെയാണ് പ്രായോഗികമായിട്ട് കൊണ്ടുവരുന്നത്? നടപ്പ് അഥവാ ഓവറോൾ ലൈഫിൽ നമുക്ക് നമ്മുടെ നടപ്പിലൂടെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം. 3, ക്രിസ്ത്യൻ ലീഡർഷിപ്പിനെ കുറിച്ച് അവിടെ പറയുന്നു. ലീഡർഷിപ്പ് ഈസ് സംതിങ് വി ഷുഡ് ലീവ് ബൈ എക്സാമ്പിൾ. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ, നമ്മളെല്ലാം ആ പൊസിഷൻ നിൽക്കുന്നവരാണ്. നമ്മുടെ ലൈഫ് ചെറിയ കാര്യമാകട്ടെ വലുതാകട്ടെ, നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് ഇമിറ്റേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വലിയ വി ഷുഡ് പുട്ട് എ ഹൈ പെഡസ്റ്റൽ ഇൻ അവർ ഓൺ ക്രിസ്ത്യൻ വാക്ക്. 4-ാമതായിട്ട് നാം കണ്ട മറ്റൊരു കാറ്റഗറിയാണ് അധികം വർദ്ധിച്ചു വരാൻ. അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് വി ക്യാൻ ഗോ അക്രോസ് ഡിഫറെന്റ് പ്ലേസസ്. വർദ്ധിച്ചു വരുവിൻ എന്ന്. എന്നെ 3:12 വാക്യം ഒന്ന് എടുത്തേ. മൂന്നിന്റെ 12 കൊടുത്തിരിക്കുന്നത് എന്ത് വർദ്ധിക്കുക? സ്നേഹം വർദ്ധിക്കുക. 4:1 എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നടപ്പിൽ. മീനിങ് എന്താ? വിശുദ്ധിയുടെ ജീവിതം. വിശുദ്ധിയുടെ ബെഞ്ച് മാർക്ക്
there is no limit, there is no upper limit there. അപ്പോൾ എത്രമാത്രം നാം വിശുദ്ധരാണെന്ന് ചിന്തിച്ചാലും എവറി ഡേ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്. നമ്മൾ രാവിലെ രാത്രി ശനിയാഴ്ച രാത്രി, ഇവിടെ വ്യാഴാഴ്ച രാത്രി പ്രാർത്ഥിച്ച് കിടക്കുന്നു, രാവിലെ എണീച്ച് ആരാധനയ്ക്ക് വരുന്നു, രാവിലെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക? കർത്താവ് എന്നെ ശുദ്ധീകരിക്കണേ, വൈകിട്ട് കിടക്കാൻ കർത്താവ് ശുദ്ധീകരിക്കണേ. Sometimes we think, what's the meaning of all of this? We are leading a holy life. We are living a holy life, but still we know for sure that we have not reached there yet. So ദിവസം തോറും വിശുദ്ധിക്ക് വേണ്ടി കർത്താവിന് പറഞ്ഞ ബെഞ്ച് ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പൊ നമ്മൾ വി ആർ നോട്ട് അച്ചീവ്ഡ് ദാറ്റ്. ഇൻ നോ പോയിന്റ് വി ക്യാൻ അച്ചീവ് ദർ ഓൾസോ ഇൻ അവർ എർത്തലി ലൈഫ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ശ്രദ്ധേയമാണ്. വിശുദ്ധിയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുവീൻ. 3:12 നമ്മൾ കണ്ടത് സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവീൻ. 4:1 കാണുന്നു വിശുദ്ധിയിൽ വർദ്ധിച്ചു വരുവീൻ. 4:10 വാക്യത്തിലേക്ക് വന്നാട്ടെ. 4:10 അവിടെ സഹോദര പ്രീതിയെ കുറിച്ചാണ് തുടങ്ങി വരുന്നത്. 9 വാക്യത്തിന്റെ തുടക്കത്തിൽ സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു വന്നിട്ട് താഴെ 10 വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. 4 കാര്യമായി. ഒന്ന് സ്നേഹത്തിൽ വർദ്ധിക്കണം, 2 വിശുദ്ധി വർദ്ധിക്കണം, 3 സഹോദര പ്രീതിയിൽ വർദ്ധിച്ചു വരണം. 5:11 വാക്യം വായിച്ചേ. ഇവിടെ എല്ലാം ഒരു കാര്യം ശ്രദ്ധേയമാണ് കേട്ടോ. ഈ 4 ഭാഗത്തും ഒരു നോക്കിക്കാട്ടെ. നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ they are already practicing it. They are already set an example. They are good people. നല്ല ആളുകളാണ്, നല്ല എക്സാമ്പിളറി ലൈഫ് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ പിന്നെയും പൗലോസ് പറയാണ് നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ വീണ്ടും എന്ത് ചെയ്യണം? അവിടെ സ്റ്റാഗ്നന്റ് ആകാതെ വീണ്ടും എന്ത് ചെയ്യുക? പ്രബോധിപ്പിച്ചും ആത്മിക വർധന വരുത്തിയും പോകുരുവിൻ. അതായത് സ്നേഹമാകട്ടെ, വിശുദ്ധ ജീവിതമാകട്ടെ, സഹോദരപ്രതിയാകട്ടെ, പരസ്പരമുള്ള പ്രബോധനമാകട്ടെ, അതിൽ സംടൈംസ് we may think we are doing okay, we are doing perfectly all right. പക്ഷെ അവിടെ നിൽക്കാതെ നമുക്ക് ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി, ഗ്രോത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ 4 കാര്യം. ഒന്ന് സ്നേഹത്തെ വർദ്ധിക്കുക, വിശുദ്ധി വർദ്ധിക്കുക, സഹോദരപ്രീതി വർദ്ധിക്കുക, പരസ്പരം പ്രബോധനത്തിലും പിന്നെ ആത്മീയ വർധനയിലും വർദ്ധിച്ചു വരും. 4 കാര്യം. അപ്പൊ 1-ാമത്തെ വാക്യം ഒന്നുകൂടെ നമ്മൾ ഫൈനൽ ചെയ്യുക. 1-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, 1 അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, 2 നടപ്പിൽ അഥവാ ജീവിതത്തെ നാം സൂക്ഷിക്കുക, 3 മാതൃകാപരമായി ലീഡർഷിപ്പ് ക്വാളിറ്റി നാം കീപ്പപ്പ് ചെയ്യുക, 4 എന്ത് ചെയ്യുക? സ്നേഹത്തിലും പരസ്പര സഹോദര പ്രീതിയിലും വിശുദ്ധിയിലും വർദ്ധിച്ചു വരിക എന്ന 4 കാര്യമാണ് ഒറ്റ വാക്കിൽ അതിൻ്റെ അകത്ത് ആലേഖനം ചെയ്ത് വച്ചിരിക്കുന്നത്. ഇനി 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-ാമത്തെ വാക്യം. മതി. ഈ ഭാഗം നമ്മൾ ധാരാളം വായിച്ചു വിട്ടിട്ടുണ്ട്. ഞാനിത് മലയാളത്തിൽ വായിക്കുമ്പോൾ വാസ്തവത്തിൽ മലയാളത്തിൽ ഞാൻ ആക്ച്വലി ഇന്ന് പർപ്പസ്ലി NIV ബൈബിളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ സുജിത് ബ്രദറിന് ആവശ്യപ്പെട്ട് NIV ബൈബിളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കണം. മലയാളവും ഇംഗ്ലീഷും കൂടെ കമ്പയർ ചെയ്ത് വായിക്കണം. ഐ തിങ്ക് ഇംഗ്ലീഷ് NIV ട്രാൻസ്ലേഷൻ is very 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 crystal clear. Whereas Malayalam translation for this matter, at least for next 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അല്പം അൺക്ലിയർ ആയി പോയോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം കയ്യിലിരിക്കുമ്പോൾ തന്നെ NIV ട്രാൻസ്ലേഷൻ വായിച്ച് അല്പം മുമ്പോട്ട് പോയി ആഗ്രഹിക്കുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? സോ 4-ാമത്തെ ഓക്കെ, അതെ. It is God's will that you should be sanctified. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ
ശുദ്ധീകരണം തന്നെ. ദാറ്റ്സ് എവറിഡേ പ്രോസസ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ 3 പ്രോസസ്സാണ്: നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. ഓക്കെ, നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്. അപ്പൊ ദൈവത്തിന്റെ, നമ്മൾ ആദ്യം അത് കണ്ടതാണ്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം എങ്ങനെയാണ്? that you should avoid sexual immoralities. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികൾ എന്ന് പറഞ്ഞ് ആ പട്ടിക അങ്ങനെ നീളുകയാണ്. സോ ഇവിടെ ക്ലിയർ കട്ട് ടീച്ചിങ് അവിടെ വരികയാണ്. വിശുദ്ധീകരണം എങ്ങനെയാണ്? വിശുദ്ധീകരണത്തിലേക്ക് ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. പൗലോസ് എന്താണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? വിശുദ്ധിയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഡയറക്റ്റ് പറയുകയാണ്, അവോയ്ഡിങ് സെക്ഷൽ ഇമ്മൊറാലിറ്റീസ്. ഓക്കെ, avoiding sexual immorality, that each of you should learn to control your body. NIV translation is very clear here, and I am going to go deep into that in a way that is holy and honorable. So let's come down to this. So വിശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിങ് എന്തുവാ? നിങ്ങളുടെ സെക്ഷൽ ഇമ്മൊറാലിറ്റി. ആരോടാ പറയുന്നേ? ആരോടാ പറയുന്നേ? ദൈവസഭയോടാ പറയുന്നത്. ഇമ്മൊറാലിറ്റി, ഡസ് ഇറ്റ് ആപ്ലിക്കബിൾ ടു അസ്? സെക്ഷൽ ഇമ്മൊറാലിറ്റി ദൈവസഭയ്ക്ക് അതൊരു ടീച്ചിങ് സബ്ജക്റ്റ് ആണോ? പൊതുവെ സഭകളിൽ ടച്ച് ചെയ്യാത്ത, പഠിപ്പിക്കാത്ത ഒരു ഏരിയയാണ് നമ്മുടെ പ്രസംഗങ്ങളിലോ നമ്മുടെ ടീച്ചിങ്ങിലോ ഒന്നും വരാത്ത, ഡീൽ ചെയ്യാത്ത ഒരു സബ്ജക്റ്റാണ് എന്ത്? സെക്ഷൽ, എനിത്തിങ് ടു ഡു വിത്ത് സെക്സ്. ഇമ്മൊറാലിറ്റി മാത്രമല്ല, എനിത്തിങ് ഡു വിത്ത് സെക്സ് we just brush it aside or put it under the carpet. At least last 50 years, കഴിഞ്ഞ 50 വർഷമായി ഞാൻ ഒരു പെന്തക്കോസ്ത് സഭയിൽ സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ടും യുവജനത്തിലെ പ്രസ്ഥാനത്തിലും എല്ലാ ഇവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്നാണ് ഇവിടെ വരുന്നത്. ഐ ഹാവ് നെവർ കം അക്രോസ് എനി ടീച്ചിങ് ഓൺ ദിസ് ടോപ്പിക്. വെരി സാഡ് ടു സേ, ബിക്കോസ് ദിസ് ഈസ് എ വെരി ടച്ചി ഇഷ്യൂ അല്ലേ? സെക്ഷൽ ഇഷ്യൂ to deal in the pulpit is a very sticky issue, so nobody really deal with that. We brush it aside or put it on the carpet. Leave it people for their own imagination, their own understanding, their own way of thinking, which is very, very sad to happen. അവിടെ മറ്റൊരു അതുമായിട്ട് ചേർന്ന് അടുത്ത പദം കൂടെ ശ്രദ്ധിക്കണമേ. 4-ന്റെ and that English NIV, that each of you should learn to control your own body. Learning to control. Who teach how to learn? Only when there is a teaching, learning takes place. Teaching ഉള്ളിടത്തല്ലേ ലേണിംഗ് നടക്കുക? യെസ്, ടീച്ചിങ് ഉള്ളിടത്തല്ലേ ലേണിംഗ് നടക്കുക. ടീച്ചിങ് ഇല്ലാത്തടത്ത് എന്താ സംഭവിക്കുന്നത്? They develop their own understanding. No learning. Learning happen maybe in a different way. So this can be put together. Okay. Anything to do with sex and sexual immorality, there should be a teaching and learning. Is a church a place where this has to be taught and learned? Deva Sabhayil, in first place, is it an issue? Sex and sex-related matter, is that an issue for anyone? No one's anything. We'll brush it aside. Honestly, this is a big-time issue. Only thing, we don't deal with it. We'll brush it aside. Very sad to say. ഒന്ന്, ഇത് ഇഷ്യൂസ് ഡീൽ ചെയ്യാനായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് നമുക്കില്ല. അതല്ലെങ്കിൽ they will, since this is a sticky issue,
we don't really touch that upon. Otherwise, we don't have a context. ഒരു കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ ഇരിക്കുന്ന ഒരു വൈഡർ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല. ബട്ട് വെരി ട്രൂ, ഈ വാക്യം തന്നെ എടുത്താൽ ഇറ്റ് ഹാസ് ടു ബി ടോട്ട് ആൻഡ് ദ ലേണിംഗ് ഹാസ് ടു ബി ടേക്കൺ പ്ലേസ്. അപ്പൊ ദൈവസഭ കോർപ്പറേറ്റ്ലി അഡ്രസ് ചെയ്യേണ്ട ഒരു വലിയ ഇഷ്യൂ ആണ് എന്ത്? മാറ്റേഴ്സ് റിലേറ്റഡ് ടു സെക്സ് ആൻഡ് സെക്സ്വാലിറ്റി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ ഏജ് കാറ്റഗറൈസിൽ, ഏജ് വൈസ് ഓരോ പ്രായത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് സ്പെസിഫിക് ടീച്ചിങ് വി ഷുഡ് ഡു. എനിബഡി അഗ്രി വിത്ത് ദാറ്റ്? റൈറ്റ്? ഏജ് സ്പെസിഫിക്. നമ്മുടെ സ്കൂൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സെക്ച്വൽ എഡ്യൂക്കേഷൻ ഈസ് ബീൻ ഇമ്പാർട്ടഡ് ടു സ്കൂൾസ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ എനിക്കറിയത്തില്ല. ബട്ട് ദെൻ ഇറ്റ് ഈസ് എ റിയാലിറ്റി ദാറ്റ് in our own church and religious context also, ഏജ് സ്പെസിഫിക് ആയി ദൈവദാസന്മാരോ ബന്ധപ്പെട്ടവരോ കുട്ടികൾ ഓരോ പ്രായത്തിൽ അറിഞ്ഞിരിക്കേണ്ട ജീവിതചര്യകളെ കുറിച്ച് നാം പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാകണം. റൈറ്റ്? ഓക്കെ, യങ്സ്റ്റേഴ്സ്, they have real time issues. Have we ever dealt with that? നമ്മുടെ ഫാമിലീസ് നമ്മൾ ഡീൽ ചെയ്യാറുണ്ടോ? We don't deal with that. Parents, ഞാനൊരു പാരന്റ് ആണ്. We have our own limitations. We have our own reservations. Pastors, teachers, we don't deal with that. We leave to whom? At the end of the day, we leave the matter. We leave our children to where? Nowhere. Honestly tell you, this is the place. This real issue has to be dealt in a biblical and a very holistic way. ഞാനൊരു പ്രായോഗികമായിട്ട് ചെയ്യുന്നത്, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നത് സഭയിൽ I keep seminars on family and marriage. 2-3 ദിവസങ്ങൾ കൂടിയ ഫാമിലി സെമിനാർസുകൾ വയ്ക്കും. അപ്പോൾ ഓരോ ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് കുട്ടികൾക്ക് വേണ്ടി അവരെ സെപ്പറേറ്റ് ക്ലാസ്സസിലേക്ക് കൊണ്ടുപോകും. അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് മനസ്സിലാകുന്ന, അവർക്ക് ആ പ്രായത്തിൽ ഏജ് സ്പെസിഫിക് ആയി മനസ്സിലാകേണ്ട കാര്യം മാത്രം അവർ ഡീൽ ചെയ്യുന്നു. അഡോളസൻസ്, ടീനേജേഴ്സ്, ദേ ഹാവ് another set of issues. അത് ഡീൽ ചെയ്യാൻ അറിയാവുന്ന ആളുകളെ അവർ ക്ലാസ്സുകളിലേക്ക് വേണ്ടും. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഈസ് പ്രീ മാരിഡ്, മാരേജിന് വേണ്ടി ഒരുങ്ങിക്കുന്ന കപ്പിൾസ്. And we have sessions for them, and for the families we have sessions for them. Over the years I do that, and it helps a lot. അപ്പോൾ ഏജ് സ്പെസിഫിക് ആയിട്ട് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഇസ് എ മസ്റ്റ്, and everything to do with sexuality, family life, everything has to be dealt in that context. And if you don't give, നമ്മളെ സഭയായി ദേവദാസന്മാർ സഭയിൽ ആ ടീച്ചിങ് കൊടുത്തില്ലെങ്കിൽ they will left it. പിന്നെ ലോകം അവരെ പഠിപ്പിക്കും, ഫ്രണ്ട്സ് അവരെ പഠിപ്പിക്കും, ഇന്റർനെറ്റ് അവരെ പഠിപ്പിക്കും. അതുകൊണ്ട് ഇവിടെ തന്നെ നാം, എൻ്റെ സമയം ഒട്ടുമില്ലല്ലോ, 15 മിനിറ്റോടെ എൻ്റെ മുമ്പിലുള്ളൂ. നെക്സ്റ്റ് ഹോൾ തിങ് ഈസ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ നാം ഇവിടെ കണ്ടത് എങ്ങനെയാണ്? സെക്സ്വൽ ഇമ്മൊറാലിറ്റി ഈസ് പ്രെവലന്റ്. താഴോട്ട് വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളത്തിൽ അതില്ല. ഞാനതൊന്ന് വായിക്കട്ടെ. See, ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നു, and that in this matter no one should wrong or take advantage of a brother or a sister. മലയാളത്തിൽ അങ്ങനെ സംഭവമില്ല. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുകയാണ്, ഒരു ചർച്ച് കോണ്ടെക്സ്റ്റിൽ, ഒരു റിലീജിയസ് കോണ്ടെക്സ്റ്റിൽ, ഒരു ബിലീവേഴ്സ് കോണ്ടെക്സ്റ്റിൽ no one should take advantage of a brother or a... Paul is writing to the church. അപ്പോൾ so this has to be dealt with. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, I have read statistics. Abuses are happening in homes. Abuses are happening in churches. Pastors are abusing their believers and children. This cannot go like this. We have to deal with this. Church has to have a teaching
and a deliberation on subject which normally we brush aside. Praise God. Okay, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലാണ് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ സാഹചര്യങ്ങളെ മുതലെടുക്കരുത്. സഭാ കോണ്ടക്സ്റ്റിലായാൽ പോലും, ചർച്ച് കോണ്ടക്സ്റ്റിലായാൽ പോലും നമ്മൾ നമ്മുടെ ജീവിതം എത്ര ഭയത്തോടെ, കാരണം most of the places such misconducts are not happening in a hostile situation. It happens in a familiar situations. So അത്രയും മാത്രം പറയാൻ എനിക്ക് സമയമുള്ളൂ. So this is a subject that has to be taught. Pulpit has to be used. Church is a place where this has to be dealt in a wider context. So നമ്മുടെ സഭയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെമിനാറായിട്ടോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കൊണ്ടുവരികയും ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കുഞ്ഞുങ്ങൾക്കും അഡോളസൻസിനും ടീനേജേഴ്സിനും മാരേജിന് വേണ്ടി ഒരുങ്ങുന്നവർക്കും മാരീഡ് കപ്പിൾസിന് ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്ത് ഈ ഒരു ഭാഗം, കാരണം അതർവൈസ് വി ഡോണ്ട് ഡീൽ വിത്ത് ദിസ്. നമുക്ക് ഇങ്ങനെയുള്ള പഠനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സഭ വളരെയധികം ശ്രദ്ധിക്കണമെന്നുകൂടെ ഈ അവസരം, സമയം ചുരുക്കമാണെങ്കിലും, കാരണം ഇത് കൂടുതൽ ഞാൻ ഡീൽ ചെയ്യാൻ കാരണം വി ഡോണ്ട് ഹാവ് സച്ച് സെഷൻസ് അല്ലേ, ആരും ഡീൽ ചെയ്യാത്ത ഇഷ്യൂ അല്ലേ അത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നാം ധാരാളം പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ടും നമുക്കെല്ലാ കാര്യങ്ങളും അറിയാത്തത് കൊണ്ടും സമയമില്ലെങ്കിൽ പോലും ഞാൻ ആ ഭാഗത്ത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ അധികം ഞാൻ ഡീൽ ചെയ്യാത്ത ഈ ഏരിയയിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ ഊന്നുന്നത്. എൻ്റെ ആഗ്രഹം എല്ലാ സഭാ വിശ്വാസികളും ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആശിക്കുകയാണ്. അപ്പൊ രണ്ട് കാര്യമാണ് ഇന്നത്തെ ഇതുവരെയുള്ള സെഷനിൽ ഞാൻ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്തത്. ഒന്ന് ലീഡർഷിപ്പ്. Do you agree with me? Leadership. Church has completely failed in the area of exemplary. നമുക്കുണ്ട് ഇത് യൂട്യൂബിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ലിമിറ്റ് ആയിരിക്കുന്നത്. എഡിറ്റ് ചെയ്യാൻ വളരെ സന്തോഷം. We have people bearing all kinds of position. There is no leaders നമുക്കൊരു കുറവൊന്നുമില്ല. But this should be our heart cry. Lord, raise leaders who really lead us places. ഇല്ലേ ജോൺസ് മാക്സ്വെൽ പറഞ്ഞ പോലെ leaders who know, leaders who go, and leaders who show. അങ്ങനെയുള്ള ലീഡേഴ്സ് ഇനി അവരെ മാത്രം ലീഡേഴ്സിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുക. വി ആർ ഓൺ ദ പ്രോസസ് ഓഫ് എ ലീഡർഷിപ്പ്. Small way or big way, we are also on the process of leadership. Leadership, number one. Number two, matters related to sex and sexuality. This is my heart cry actually. Where are our children? Our children are left without any teaching. And we are not mindless about them. Where do they get teachings from? What do we expect them to learn? And how do we expect them to learn matters that are very much crucial to them? Sex and sexuality, is that not matters to them? It's a real-time issue, people of God. It's a real-time issue. Not only for children, it's for each one of us. നമുക്കെല്ലാവരെയും ബാധിക്കുന്ന ഇഷ്യൂ കൂടെയാ. We conveniently ignore that. Conveniently. സമയമില്ല. I want to go deep into that. No time. രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലേ. ഇനി നമുക്ക് ഞാൻ ആ ഭാവമൊക്കെ വിടുക. ഇനിയുള്ള 9 മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്കറിയാമല്ലോ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ അത് നമ്മളെന്താ ആദ്യം പഠിച്ച് എന്തായിരുന്നത്? സഹോദര പ്രിയക്കുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്കും അത് പറയാനും പ്രസംഗിക്കാനും ഒക്കെ കേപ്പോൾ ആളുകളാ. സോ ഐ ജസ്റ്റ് ലിവിങ് ദാറ്റ്. ദെൻ പിന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഐ ഡോണ്ട് നോ ഹൗ മെനി മെസ്സേജസ് വി ഹാവ് ഹേർഡ് അല്ലേ. So many messages. So you will get much more opportunities in that aspect. Actually 13 മുതൽ 5-ാം അധ്യായത്തിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ വരവും പിന്നെ നമ്മളുടെ ഒരുക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഭാഗവും കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്നില്ല. You will get more opportunities. So I am going to touch subjects that rarely touched upon. 12-ാം അധ്യായം 5:12 വരാം. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും
മതി. ഇംഗ്ലീഷ് കൂടെ ഒന്ന് വായിക്കാമോ? 12-13 വാക്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഹൗ ടു ഓണർ ആൻഡ് ടേക്ക് കെയർ ഓഫ് അവർ സ്പിരിച്വൽ ലീഡേഴ്സ്. 14-15 വാക്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഹൗ ടു ഡീൽ വിത്ത് ഡിഫിക്കൽട്ട് പീപ്പിൾ ഇൻ ദ ചർച്ച്. ദെൻ അതിനുശേഷമുള്ള വാക്യങ്ങൾ 16-18 വരെയുള്ള വാക്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അവർ പേഴ്സണൽ വർഷിപ്പ്. 19-22 വരെയുള്ള വാക്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അവർ പബ്ലിക് വർഷിപ്പ്. ഇതാണ് അതിന്റെ കാറ്റഗറൈസേഷൻ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വരാം. 12-13 വാക്യങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ എന്താണ് ഡീൽ ചെയ്യുന്നത്? ഹൗ ടു ടേക്ക് കെയർ ഓഫ് അവർ സ്പിരിച്വൽ ലീഡേഴ്സ്. ഒന്ന് വായിച്ചേ. മതി, അവിടെ നിന്നട്ടെ. സഹോദരന്മാർ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മെ നടത്തുന്നവര്, നമ്മുടെ പാസ്റ്റേഴ്സ്, നമ്മുടെ ലീഡർഷിപ്പിലുള്ളവര്, അവരെ 2 പദമാണ് എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയത്. ഒരുപാട് കാറ്റഗറി നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്ന്, മലയാളത്തിൽ വളരെ സ്വീറ്റായൊരു പദമുണ്ട്. എന്താണെന്നറിയാമോ? അത് നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുക, നിങ്ങളെ ഭരിക്കുക, പ്രബോധിപ്പിക്കുക, വേല ചെയ്യുക. അതെല്ലാം ആരെക്കുറിച്ചാണ് പറയുന്നത്? കർത്താവിന്റെ വേലക്കാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായത്തിന്റെ ഫോക്കസ് എന്ന് വെച്ചത് എന്താണെന്നറിയാമോ? സഭ അവരെ എങ്ങനെ, അതാ അതിൻ്റെ അകത്തെ ഫോക്കസ് പോയിന്റ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. 12-13 അധ്യായത്തെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ വേലക്കാരെ കുറിച്ചാ, അവരുടെ റോളിനെ കുറിച്ചാണ് പറയുന്നത്. അവർ നിങ്ങളെ നടത്തുന്നു, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, പിന്നെ നിങ്ങളെ അധ്വാനിക്കുന്നു, പിന്നെ നിങ്ങളെ ഭരിക്കുന്നു. അത് അവരുടെ റോൾസാണ്, ഡിഫറെന്റ് റോൾസ്. ഈ റോളുകൾ ചെയ്യുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ അവിടുത്തെ ടീച്ചിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സഭ എങ്ങനെ എന്ത് ചെയ്യണം? 2 പദമാണ് എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നുന്നത്. മലയാളം വളരെ ക്ലിയറാണ്. ഒന്ന് അതിന് മുമ്പൊരു പദമുണ്ട്. അതിന് മുമ്പൊരു പദമുണ്ട്. കറക്റ്റ്. അതാരാ പറഞ്ഞേ? അറിഞ്ഞ. ഹലോ, നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ അറിയുക. നിങ്ങൾ അറിയുക എന്ന വാക്ക് എന്താ എൻ്റെ അർത്ഥം? ഒരു ബ്രോഡർ വാക്കാ. എനിക്ക് സിജുബ്രദറിനെ അറിയാം, സിജുബ്രദർ എന്നെ അറിയാം. ശരിയാന്നോ? അല്ലേ? 2 മാസത്തെ അറിവ്. I know him and we know each other for a certain ഒരു certain level of knowledge we know each other. പക്ഷെ അറിവ് is a broader word. ഇസ്രായേൽ മക്കളുടെ കരച്ചിൽ ദൈവം കരച്ചിൽ കേട്ടു. അവിടെ ഒന്ന് വായിച്ചത് എക്സോഡസ് 3. പെട്ടെന്ന് എടുക്കുക, നമ്മുടെ ടോപ്പിക് അതല്ല. ഓക്കെ, എക്സോഡസ്. കഷ്ടത, അതെ, ജനത്തിന്റെ കഷ്ടത. പിന്നെ അതാ കണ്ടു, കേട്ടു, അറിഞ്ഞു. ദാറ്റ്സ് എ ഡീപ്പർ നോളജ്. അപ്പൊ ദൈവത്തിന്റെ അറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? കാണുക, കേൾക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ പ്രസംഗ വിഷയം കൂടിയാണ്, ആ അറിവിനകത്ത് ഇൻവോൾവ്മെന്റ് കൂടിയുണ്ട്. അല്ലേ? കർത്താവ് അത്ര നാൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെന്താ? ആ അറിവ്, അവരുടെ സങ്കടങ്ങളും കണ്ണീരും അറിഞ്ഞ് ഒരു ആക്ഷൻ പ്ലാനിലേക്ക് വരികയാണ്. കർത്താവ് ഇടപെടുകയാണ്. അറിവിൻ്റെ അകത്തൊരു ഇടപെടലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ദൈവദാസന്മാരെ എന്ത് ചെയ്യണം? ജനം അറിയണം. പലപ്പോഴും അവർ പുൽപ്പിറ്റിൽ നിൽക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവരുടെ പേരറിയാം, വീടറിയാം, നാട്ടിലാരൊക്കെ ഉണ്ടെന്നറിയാം, അവരുടെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെങ്കിൽ ഈ പുൽപ്പിറ്റ് ഞാൻ വേണ്ടി ഉപയോഗിക്കട്ടെ, ദൈവദാസന്മാരുടെ
പലപ്പോഴും അവരുടെ സങ്കടങ്ങൾ ദൈവജനങ്ങളുടെ മുമ്പിൽ അവർ എന്ത് ചെയ്യാറില്ല, ഷെയർ ചെയ്യാറില്ല. കാരണം അവരൊരു മാസ്ക് ഇട്ടായിട്ടാണ് അവർ നിൽക്കുന്നത്. കാരണം അവർ ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇവിടെ നിൽക്കുമ്പോൾ അവരെന്താ, അവരുടെ ലൈഫിൽ എന്തെല്ലാം സെറ്റ് ബാക്സ് ഉണ്ടെങ്കിലും, പെയിൻ ഉണ്ടെങ്കിലും, സങ്കടം ഉണ്ടെങ്കിലും, കുടുംബ പ്രശ്നം ഉണ്ടെങ്കിലും, ഇവിടെ വരുമ്പോൾ അത് എൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആരാ, അല്ലേ? അപ്പൊ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ഇനി അപ്പൊ അതെല്ലാം മറിച്ച് അവരുടെ വൈഷമ്യങ്ങൾ, സങ്കടങ്ങളൊക്കെ അതിൽ നിന്നുകൊണ്ടാണ് ദേവദാസന്മാർ സംസാരിക്കുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി ഉണ്ട്, ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ, പാസ്റ്റേഴ്സ് കിഡ്സ് എന്നാ പറയുന്നത്, PKs. ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകുന്ന ഒരു കാറ്റഗറിയാണ് ദേവദാസന്മാരുടെ കുട്ടികൾ. എന്താ കാര്യം എന്നറിയാമോ? അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? കാര്യം എൻ്റെ മോൾ എന്നോട് പറയാറുണ്ട്, പപ്പ, I am a normal, ordinary kid. I am a normal kid. You don't bring me that title. Pastors' kids, they are normal. അവർ നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ പോലെ. പക്ഷെങ്കിൽ അവരുടെ മുകളിൽ എപ്പോഴും നിന്നുണ്ട്. സഭയിൽ 100 പേരുണ്ടെങ്കിൽ 200 കണ്ണ് അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ ഗ്രേറ്റ് ആയിരിക്കും. മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലുള്ള ഫ്ലോസും സ്ട്രഗിൾസും ഡിഫിക്കൽട്ടീസ് ഒക്കെയുള്ള കുഞ്ഞുങ്ങളാണ് ആര്? പാസ്റ്റേഴ്സിന്റെ കുഞ്ഞുങ്ങൾ. പക്ഷെ നമ്മുടെ അവരോടുള്ള എക്സ്പെക്ടേഷൻ എന്താ? മറ്റുള്ള നിന്നൊക്കെ ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാതെ വരുമ്പോൾ ചർച്ചിൽ നിന്ന് തന്നെ ഭയങ്കരമായ ക്രിറ്റിസിസം. ഇവിടെ നിങ്ങൾ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ലേ? ഇവിടെ ഉള്ള കാര്യമൊന്നുമല്ലേ? ഏത് പാസ്റ്റേഴ്സ് കിഡ്സ് ഇവിടെ ഉണ്ടോ? ഞാൻ പറയുന്നത് വല്ല കാര്യമുണ്ടോ? ഇല്ലേ? ശരിയല്ലേ? ഞാനൊരു പാസ്റ്റേഴ്സ്, എനിക്കൊരു മോളുള്ളതുകൊണ്ട് കൂടെ ഞാൻ പറയുന്നത്, ഇതൊരു അൺടച്ച്ഡ് ഡീൽ ചെയ്യാത്തൊരു സബ്ജക്റ്റ് കൂടിയാണ് സഭകൾ. കാരണം സഭയിലെ രാഷ്ട്രീയം ആദ്യം ബാധിക്കുന്ന ആരെയെന്നറിയാമോ? സഭയിലെ രാഷ്ട്രീയം ആദ്യം ബാധിക്കുന്ന ആരെയെന്നറിയാമോ? പാസ്റ്റേഴ്സിന്റെ മക്കളെയാ. എന്തിനായി പണിക്കിറങ്ങി? ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അത്തരത്തിൽ ഫേസ് ചെയ്യുന്നത് പാസ്റ്റേഴ്സിന്റെ മക്കളാണ്. ദേ ഹാവ് എ certain sets of difficulties and issues to deal with. അതുകൊണ്ട് തന്നെ ഞാൻ ഐ ആം ഗോയിങ് ഡീപ്പ് ഇൻ ടു ദാറ്റ് വേ. അവരെ എന്ത് ചെയ്യണം നിങ്ങൾ? ഓക്കെ, ഇതാരും പറയാത്തൊരു കാര്യമാണ്. അവരെ നിങ്ങൾ അറിയണം. പാസ്റ്റേഴ്സ് ആർ റിയൽ ഹ്യൂമൻ ബീയിങ്. ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഘോരം പ്രസംഗിക്കും. I go back and cry for my own struggles. I am very honest here. എനിക്ക് സൂപ്പർഫിഷ്യൽ, നിങ്ങൾ ഓൾറെഡി എന്നെ മനസ്സിലാക്കി കാണും. I am very honest, I am very blunt at times, I am very plain. ഇവിടെ നിന്ന് നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ പറയും. That's true. That's നമ്മുടെ ദൈവം വചനം തരുന്ന എൻകറേജ്മെന്റാ. But when we fall into our own bed, we are normal being. അല്ലേ? പക്ഷെ ദൈവം കൃപ തന്ന് മുമ്പോട്ട് പോകും. ദൈവദാസന്മാർക്ക് ദൈവം പ്രത്യേകമായ കൃപ കൊടുക്കും. But they are also normal human being. But God has given additional grace, that for sure. അപ്പൊ ഇവിടെ എന്റെ പോയിന്റിലേക്ക് വരട്ടെ. ദൈവദാസന്മാരെ എന്ത് ചെയ്യണം? അറിയുക. They have an additional set of issues. Their kids have additional set of issues. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യണം? അക്നോളജ് ചെയ്യണം. പാസ്റ്റേഴ്സ് അപ്രീഷിയേഷൻ. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട്. പല മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. നോട്ട് ഇൻ മലയാളം ചർച്ചസ്. അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. വൈറ്റ് ചർച്ചസ്, ബ്ലാക്ക് ചർച്ചസ്, യു ഗോ, ടൈം ടു ടൈം ദേ ഹാവ് പാസ്റ്റേഴ്സ് അപ്രീഷിയേഷൻ ബാങ്ക്വറ്റ്, പാസ്റ്റേഴ്സ് അപ്രീഷിയേഷൻ. അവരെ മുമ്പോട്ട് വിളിക്കുകയും അവരെ എന്ത് ചെയ്യും? കാരണം throughout the year they are in a business of appreciating others, carrying the burden of others. ശരിയെന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു വർഷം മുഴുവൻ മറ്റുള്ളവരുടെ ഭാരം ചുമക്കുക, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ഒക്കെ ഉള്ള ഒരു ജോലിയിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നേ. They are also natural being. So once in a while it is good to acknowledge them, how much you love them. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഒരു നല്ല മെസ്സേജ് ഒരു പാസ്റ്റർ പറഞ്ഞാൽ മിണ്ടുന്നില്ല. ചെയ്യാറുണ്ടോ? മിണ്ടുന്നില്ല. നിങ്ങളെ ടച്ച് ചെയ്തൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററോട് പോയി പറയാറുണ്ടോ? പറയണം, പറഞ്ഞിരിക്കണം. ഇവിടെ നിൽക്കുന്നവരെല്ലാം ഹ്യൂമൻ ബീയിങ്സാ. അവർ പൊങ്ങിപ്പോകത്തൊന്നുമില്ല. പക്ഷെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം ഒരുങ്ങി പ്രാർത്ഥിച്ച് വന്ന് നിയോഗം കൊടുത്ത് പ്രസംഗിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഈ മെസ്സേജ് ചിലരെ ടച്ച് ചെയ്യണമേ, ബ്രേക്ക് ചെയ്യണമേ, മോൾഡ് ചെയ്യണമേ, മെൻഡ് ചെയ്യണമേ, ബിൽഡ് ചെയ്യണമേ. ആ പ്രാർത്ഥനയോടെ വരുന്നേ.
നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ, ഞാൻ ഈ ഒരു ചർച്ച് സ്പെസിഫിക് കോൺടെക്സ്റ്റ് അല്ല പറയാനായിട്ട്, ഞാൻ ജനറൽ കാറ്റഗറി, നിങ്ങളുടെ ചെവിയിൽ നിന്ന് തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രാർത്ഥനാ മുറിയിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടും. താങ്ക് യു ജീസസ്, താങ്ക് യു, ഐ ആം റെലവൻറ്റ്. ദാറ്റ്സ് എ വെരി ഗുഡ് വേർഡ്. ഐ ആം റെലവൻറ്റ് ഇൻ ദ ചർച്ച്. ഐ ആം വെർ യു ഹാവ് പ്ലേസ്ഡ് മീ. ദൈവമേ, എൻ്റെ ശുശ്രൂഷ പ്രയോജനമാകുന്നുണ്ട്, അനുഗ്രഹമാകുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര മോട്ടിവേഷനാണ്. ലീസ്റ്റ് മോട്ടിവേറ്റഡ് ഗ്രൂപ്പാണ് ആര്? വിശ്വാസികളോ? പാസ്റ്റേഴ്സ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ലീസ്റ്റ് ബിക്കോസ് ദേ ഡോണ്ട് ഗെറ്റ് മോട്ടിവേഷൻ മച്ച്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഒരു ഗസ്റ്റ് പാസ്റ്റർ ആയാലും ആരായാലും, ഇഫ് യു ആർ ടച്ച്ഡ് ബൈ എ മെസ്സേജ് ഓർ എനിത്തിങ്, നല്ല മെസ്സേജ് പറഞ്ഞാൽ അത് പാസ്റ്റേഴ്സ് മാത്രമല്ല, നമ്മൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഭക്ഷണം ചെയ്യാറുണ്ടോ? എൻ്റെ ഒരു വലിയ ടീച്ചിങ് അത്. നല്ല ഭക്ഷണം ചെയ്താൽ വി ആർ സോ മച്ച് ഹെവി ഹെഡഡ് പീപ്പിൾ, എസ്പെഷ്യലി മെൻ, മലയാളി മെൻ, ഹസ്ബൻഡ്സ്, സോ ഹെവി ഹെഡഡ്. ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് താഴെ പോകുന്ന പോലെ നമ്മുടെ തിരിച്ചും. We should learn that. But it's touch. We are all simple, ordinary human being. Any word of appreciation to matters to us. അതുകൊണ്ട് പറയട്ടെ, എന്താണ്, നമ്മൾ അവരെ അറിയണം, അവരെ അക്നോളജ് ചെയ്യണം, അവരെ എന്ത് ചെയ്യണം, അപ്രിഷിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ വേണമെന്നുള്ളത് ദാറ്റ്സ് ഓൾ അപ് ടു യു. ഇറ്റ് മേ നോട്ട് ബി മോണിറ്ററി വൈസ്, it can be in multiple other ways. Okay, and she is leaving that. Okay, അടുത്തൊരു കാറ്റഗറിയിലേക്ക് ഞാൻ വരികയാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 14-ാമത്തെ വാക്യം. 14ഉം 15ഉം ഡീൽ ചെയ്യുന്ന കാര്യം എന്നറിയാമോ? ഡീൽ വിത്ത് ദ ഡിഫിക്കൽട്ട് പീപ്പിൾ ഇൻ ദ ചർച്ച്. ആരൊക്കെയാ ചർച്ചിലെ ഡിഫിക്കൽട്ട് കാറ്റഗറി? ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ക്രമം കെട്ടവർ. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അൺറൂളി പീപ്പിൾ എന്നാ NIV കൊടുത്തേക്കുന്നത്. അൺറൂളി പീപ്പിൾ എവിടെയുള്ളത്? അയ്യോ, നിങ്ങളുടെ ബൈബിളില്ലേ? ഇവിടുത്തെ കാര്യം അല്ലെന്നേ, ഞങ്ങളുടെ അങ്കമാലി ചർച്ചിലെയാ. നിങ്ങൾ പടങ്ങാതിരിക്കുക, അങ്കമാലി ചർച്ചിലെയാ. അപ്പോഴെല്ലാം സന്തോഷമായ. അൺറൂളി പീപ്പിൾ എന്ന് വെച്ചാൽ ആരാ? വഴക്കാളികള്, ക്രമം കെട്ടവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ ചില ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ ഇമ്മൊറാലിറ്റിയെ കുറിച്ച് കൂടെ ടച്ചപ്പ് ഓൺ ചെയ്തേക്കുന്നേ. താല തിരിഞ്ഞവന്മാര് സഭയെ കുറിച്ച് പറയും. അടുത്തത് ഉൾക്കരുത്തില്ലാത്തവർ. അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത് ഫെയിന്റ് ഹാർട്ടഡ് പീപ്പിൾ, ഉൾക്കരുത്തില്ലാത്തവർ. അങ്ങനെയുള്ള ആളുകളുണ്ട്, ഉൾക്കരുത്തില്ലാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ ആർക്കെങ്കിലും സിക്കായി, അയ്യോ ഒരു പനി വന്നാൽ മതി അല്ലേ? നമ്മളെല്ലാവരും ഒരുപോലെ അല്ല അല്ലേ? എല്ലാവരും ഒരുപോലെ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തന്നെ ഒരു മക്കൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്തോ വന്നാലും കുഴപ്പമില്ലാതെ ഭയങ്കര ഉൾക്കരുത്തുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ സഹോദരിമാരായിരിക്കാം, കർത്താവ് വിടിവിക്കും അല്ലെങ്കിൽ തൊടും, കുഴപ്പമൊന്നും പറ്റത്തില്ല എന്ന ധൈര്യമുള്ള ആളുകളുണ്ട്. ഉൾക്കരുതെന്നാണ് പറയുന്നത്. മറ്റുള്ള ആളുകൾ ചിലപ്പോൾ സഹോദരന്മാരായിരിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യും, വെറിയിടാവും, ടെൻഷൻ എന്നൊക്കെ പറയും. ചർച്ച് കോണ്ടെക്സ്റ്റിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. 3-ാമത്തെ കാറ്റഗറിയാണ് ബലഹീനർ. ഇത് വിശ്വാസത്തിൻ്റെ കുറിച്ച്. ബലഹീനത പലതരത്തിലുണ്ട്. സമയമില്ല, പക്ഷെ എൻ്റെ പോയിന്റിലേക്ക് വരട്ടെ. അപ്പൊ ഒരു സഭയാകുമ്പോൾ, സഭ എന്ന് പറയുമ്പോൾ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അപ്പോൾ തന്നെ don't ever expect that all people are perfect. Church is a place where people are get perfected. പറഞ്ഞാട്ടെ, എന്താണ്? ദൈവ മക്കൾ വേർതിരിക്കപ്പെട്ടവരെ പെർഫെക്റ്റ് ആക്കുന്ന ഒരിടമാണ് എവിടെ? പെർഫെക്റ്റ് ആളുകൾ മാത്രം വരുന്ന സ്ഥലമല്ല. ഇൻപെർഫെക്റ്റ് ആയ ആളുകൾ വന്നാൽ അവരെ എന്ത് ചെയ്യും? നമ്മുടെ സ്നേഹം, നമ്മുടെ ഉപദേശം, നമ്മുടെ കരുതൽ, കൂട്ടായ്മ അവരെന്ത് ചെയ്യും? മാറ്റിയെടുക്കും. സം പീപ്പിൾ ടേക്സ് ഇറ്റ് 3 months, സം പീപ്പിൾ ടേക്ക് ഇറ്റ് 3 years, സം പീപ്പിൾ ടേക്ക് ഇറ്റ് 13 years, 30 years as well. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, 3-ാമത്തെ ദിവസം സ്നാനപ്പെട്ടു, 5-ാമത്തെ ദിവസം പരിശുദ്ധാഭിഷേകിച്ചു, പിറ്റേ മാസം ദശാംശം കൊടുത്തു, ഞാൻ മുമ്പിൽ നിൽക്കുന്നു എന്ന് ആരും പറഞ്ഞിട്ട് കാര്യം ഇല്ല. ഇങ്ങനെയുള്ള ഇത് ഭയങ്കര ടീച്ചിങ് ആയത് ആക്ച്വലി. ക്രമം കെട്ടവർ. ഓക്കെ, നമ്മൾ ഭയങ്കരമായി പെട്ടെന്ന് ബ്ലാങ്കറ്റ് കവർ ഇടും, നമ്മൾ ജഡ്ജ്മെന്റൽ. പ്ലീസ് ചർച്ച് ലിസൺ ടു ദിസ്, പ്ലീസ് ഡോണ്ട് ബി ജഡ്ജ്മെന്റൽ. ഓരോ ആളുകൾക്ക് ഓരോ ഫേസ് ഉണ്ട്. ഓരോ ആളുകളുടെ ആത്മീയ യാത്രയ്ക്ക് പല ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ
ഐ മീൻ തികഞ്ഞവരാണ് നമുക്ക് തോന്നി. നമ്മളെ പോലെ മറ്റുള്ളവാകണം നമ്മൾ ശഠിക്കരുത്. സം പീപ്പിൾ നീഡ് മോർ ടൈം. ബി ഗ്രേഷ്യസ്, ബി പേഷ്യന്റ് ആൻഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സിമ്പത്തിക്. അവസാനം കൂടെ ഒറ്റ പദം കൂടെ വായിച്ചിരിക്കുകയാണ്, എല്ലാവരോടും. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. എല്ലാവരോടും എന്ത് ചെയ്യുക? ദീർഘക്ഷമ കാണിക്കുവിൻ. സമയമില്ല. ഓക്കെ, നമുക്കൊന്ന് മൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം തീരുക. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ. ഐ റിയലി എൻജോയ് ലേണിംഗ് ബൈബിൾ മോർ ദാൻ എനിത്തിങ് എൽസ്. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് നോ ഹൗ മച്ച് യു എൻജോയ്ഡ് ഇറ്റ്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്, ഡീപ്പർ തിങ്സ് ഇൻ ഇറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ടച്ച് ചെയ്ത് സാധാരണഗതിയിൽ ആരും കൈകാര്യം ചെയ്യാത്ത, ടച്ച് ചെയ്യാത്ത കാറ്റഗറി ഏരിയ മാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്ത്. പൊതുവായ കാറ്റഗറീസ് എല്ലാം വിട്ടുകളഞ്ഞു. ഒന്ന് ലീഡർഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 2 എന്തു ചെയ്തു? സെക്ഷൽ മാറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. 3 ദൈവദാസന്മാരെ അറിയുന്നതിനെ കുറിച്ച് പറഞ്ഞു. 4 സഭയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്, എങ്ങനെ നാം ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചു. അത്രമാത്രം എനിക്ക് പറയാൻ സമയം കിട്ടിയുള്ളൂ. ഇത്രത്തോളം നമുക്ക് ഒരുമിച്ച് പഠിക്കാനും നല്ല ലിസണേഴ്സായി. Were you passive listeners or active listeners? You have to decide. നന്ദി പറയുന്നു. ദൈവം ഈ വചനം പഠനം അനുഗ്രഹമാകട്ടെ. തുടർന്നും ആഴത്തിൽ പഠിക്കാൻ അവസരം തരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസരം തന്ന സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം